കോസ്റ്റിൻ്റെ മുകളിൽ പ്രൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. 2, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു പാഷനുള്ള ആൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ല നിലയിലേക്ക് വരും. അപ്പോൾ പണം വേണം, പാഷൻ വേണം, എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന റൈറ്റ്ഫുൾ മാനർ വേണം. ഈ ഏൺ ചെയ്ത പണം എങ്ങനെ സൊസൈറ്റിക്ക് ബെനഫിഷ്യലായ രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യും എന്നത് വേണം. പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ബിസിനസ് വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്ത് നമ്മുടെ കോമ്പറ്റീറ്ററുടെ മുകളിൽ നമുക്കൊരു എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് നമുക്ക് മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സാർ, ആത്യന്തികമായിട്ട് ഓരോ ബിസിനസ്സുകാരനും ബിസിനസ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. അവരുടെ ലക്ഷ്യം തന്നെ ലാഭമാണ്. ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടെ ഉണ്ട്. ശരിക്കും ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ലാഭേച്ഛയോട് കൂടിയുള്ള ബിസിനസ്സുകൾ മാത്രമേ വളർന്നിട്ടുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ ലാഭേച്ഛ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത് മഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റൽ, അതിൻ്റെ ഒരു ഡോക്ടർ. ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻ്റ് എന്ന് പറയുന്നത് അയാളുടെ ബ്ലഡിൽ ഇഴുകിച്ചേർന്ന ഒരു കാര്യമായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏത് പേഷ്യൻ്റ് വന്നാലും ആ ഡോക്ടറെ കാണാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവില്ല. ആ പേഷ്യൻ്റ്, അവരുടെ ഫാമിലി, അവരുടെ അറിയുന്നവർ എല്ലാം ഞാൻ പറഞ്ഞത് ആ ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ ധാരാളം പേഷ്യൻ്റായി. ആ ധാരാളം പേഷ്യൻ്റ് വന്നപ്പോൾ ആ ഹോസ്പിറ്റലിന് ധാരാളം അത്യാവശ്യം റവന്യൂ വരാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും കൂടുതൽ ജോലി കൊടുക്കുകയും എല്ലാ ഫെസിലിറ്റിയും ആ ഡോക്ടർ ചെയ്തു. അപ്പോൾ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ ആ ലാഭം എവിടുന്ന് വന്നു, ആ ലാഭം ഉണ്ടാവാനുള്ള ബേസിക് കാരണം എന്ത് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും ഡോക്ടർ കോസ്റ്റിൻ്റെ മേലെയായിരുന്നു പ്രൈസ് ഇട്ടത്. അതുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വികസനം ഉണ്ടായത്. രണ്ടാമത്തേത്, ആ ഡോക്ടർ കമ്മിറ്റഡ് ആയിരുന്നു. ആ ഡോക്ടർക്ക് ട്രീറ്റ്മെൻറ്റ് ടു ദ പേഷ്യൻ്റ് ഒരു പാഷനായിരുന്നു. അപ്പോൾ ലാഭേച്ഛ വേണം, പക്ഷെ പേഷ്യൻറ്റിനോട് ഒരു പാഷൻ ഉള്ളത് കൊണ്ട് ഏത് സമയത്തും ഡോക്ടർ അവൈലബിളാണ്. എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഡോക്ടർ അവരുടെ കൂടെയാണ്. അതൊരു പാഷനായിരുന്നു. ആ പാഷൻ ഉള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകൾ വരികയും ഈ ഡോക്ടറോട് ചേർന്ന് നിൽക്കുകയും ഡോക്ടറുടെ വളർച്ചയിൽ അവർ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് പ്ലസ് വൺ തിങ് ഈസ് റിക്വയർഡ്. ഇതേപോലെ തന്നെ അനദർ എക്സാമ്പിൾ കോഴിക്കോട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ്, അവരും അതേപോലെ തന്നെ ഒരു സഹോദരൻ അതിൻ്റെ MD ആയിട്ട് വന്നു. ആ സഹോദരൻ എപ്പോഴും മെയിൻ റെസ്റ്റോറൻറ്റിലുണ്ടാവും. ഏതാളുകൾ വന്നാലും ആ സഹോദരനുമായിട്ട് സംസാരിക്കാം, ഒരു റിസർവേഷനും ഇല്ല. അവർ ഏതെങ്കിലും ഒരു മെനുവിലെ ഐറ്റം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ സഹോദരൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അതിലെന്ത് ഇൻഗ്രീഡിയൻ്റാണ് ചേർത്തത് എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി കിച്ചണിൽ കയറി കാണണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. ആ ഒരു കോൺഫിഡൻസ് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളിൽ വന്നു. അപ്പോൾ അവിടെയും ധാരാളം ആൾ വരുമ്പോൾ കോസ്റ്റിൻ്റെ മുകളിലല്ലേ പ്രൈസ് ചെയ്യുന്നത്. ആ കോസ്റ്റിൻ്റെ മുകളിൽ പ്രൈസ് ചെയ്തപ്പം അവിടെയും ലാഭം ഉണ്ടായി. ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ സൈഡിലേക്ക് നമ്മൾ വരുവാണ് എങ്കിൽ, ഒന്ന്, കോസ്റ്റിൻ്റെ മുകളിൽ പ്രൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. 2, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു പാഷനുള്ള ആൾ അവിടെ ഉണ്ടാവുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ല നിലയിലേക്ക് വരും. മൂന്നാമത്തെ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, എന്തിനാണ് ഈ പൈസ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ
അതിനും ഒരു 2 സൈഡുണ്ട്. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ, ഏൺ ചെയ്തത് റൈറ്റ്ഫുള്ളായ രീതിയിലാണ്, അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നതും സൊസൈറ്റിയുടെ വെൽഫെയറിനാണ് എങ്കിൽ, അത് എത്ര ഗ്രോ ചെയ്താലും ഗ്രോ ചെയ്തോട്ടെ. നേരെ മറിച്ച് അത് പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വലിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, അത് സൊസൈറ്റി കൺസിഡർ ചെയ്യലല്ലോ. കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ആ പ്രോഫിറ്റ് ഒരു പീരീഡിൽ വരും, കുറച്ച് കഴിയുമ്പം ആ പ്രോഫിറ്റ് ഡ്രെയിൻ ഔട്ട് ആവുന്നതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ കണക്ക് തന്നെ അനുസരിച്ചിട്ട് തേർഡ് ജനറേഷനിൽ 30% മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ ടാറ്റ 1868 തുടങ്ങിയിട്ട് ഇപ്പോൾ ടാറ്റ ഇങ്ങനെ എന്തുമാത്രം വളർന്നു പോകുന്നു. ഒറ്റ ഓണർഷിപ്പും ഇല്ല. ഓണർഷിപ്പ് എല്ലാം 15ഓളം ട്രസ്റ്റുകളിൽ മാത്രം. അപ്പോൾ പണം വേണം, പാഷൻ വേണം, എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന റൈറ്റ്ഫുൾ മാനർ വേണം. ഈ ഏൺ ചെയ്ത പണം എങ്ങനെ സൊസൈറ്റിക്ക് ബെനഫിഷ്യലായ രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യും എന്നത് വേണം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആ പണം ഉണ്ടാക്കുകയും ചെയ്യണം. കാരണം വെച്ചാൽ അത് സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾക്ക് ബെനഫിറ്റഡ് ആവിയല്ലേ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം, പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ബിസിനസ് വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്ത് നമ്മുടെ കോമ്പറ്റിറ്ററുടെ മുകളിൽ നമുക്കൊരു എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് നമുക്ക് മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മുടെ കോമ്പറ്റിറ്ററേക്കാൾ ഒന്ന് ഗുണത്തിലും പ്രൈസിലും ആഫ്റ്റർ സെയിൽ സർവീസിലും ഒക്കെ മെച്ചമായ ഒരു നിലവാരം നമുക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ മെഷേഴ്സും അതിൻ്റെ കറക്റ്റ് അളവിൽ, ആ കറക്റ്റ് അളവിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ അത് ജനറേഷനിലേക്ക്, അതായത് ഈ ഓണേഴ്സ് ഒരു ട്രസ്റ്റി എന്ന സ്റ്റാറ്റസ് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇപ്പം നമുക്ക് ഇപ്പോൾ 1 കോടി ഇൻകം ഉണ്ടെങ്കിൽ ആ 1 കോടിയും നമുക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാം. അതെ. ആ 1 കോടിയിൽ 10% 10 lakhs നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കാം. പിന്നെ വീട്, അത്യാവശ്യം കാർ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ സ്പെൻഡിങ്, ഈ പറയുന്ന പ്രോഫിറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആപ്ലിക്കേഷൻ സൈഡിൽ ഫാമിലികളും ഇൻഡിവിജ്വൽസും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ് ജനറേഷൻ പെട്ടെന്ന് തന്നെ ആ തേർഡ് ജനറേഷൻ ആകുമ്പോൾ, ഫോർത്ത് ജനറേഷൻ ആകുമ്പോഴേക്കും എത്രയോ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ബിസിനസ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നത്. അത് ചിലപ്പോൾ ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ലാസ്റ്റ് ഭാഗത്തായിരിക്കും അവിടെ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാനും സങ്കടപ്പെടുന്നതും നമുക്ക് കാണാനും ഈ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. പക്ഷെ പണം മാത്രമല്ല, അതിനോട് കൂടെ കുറേ ചേരുവകൾ കൂടിയുണ്ട്. ആ ചേരുവകളും കൂടെ വന്നാൽ ഒരു സ്ഥാപനം നമുക്ക് ഞാൻ പറഞ്ഞ ലോങ് പീരീഡിലേക്ക്, നല്ല നിലയിലേക്ക്, സൊസൈറ്റിക്ക് ബെനഫിഷ്യലാവുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിയുന്നതാണ്.